ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിലെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഞാനില്ലേ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു 6 മന്തോളമായിട്ടാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴാണ് ഇത് ഗാലറിയിൽ കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും പിന്നെ 2 തക്കാളിയും പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുഴുവൻ കുരുമുളകും പിന്നെ ഹോൾ സ്പൈസസ് ഇല്ലേ ജീരകവും കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൊക്കെ കുറച്ചൊന്നിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ മുഴുവൻ മുളകുണ്ടെങ്കിൽ വറ്റൽ മുളകുണ്ടെങ്കിൽ അതൊരു 3 ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കാഷ്നട്ടില്ലേ അണ്ടിപ്പരിപ്പ് അതൊരു 5-6 ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിലൊക്കെ വേവിച്ചെടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് നിങ്ങളതിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് 2 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 250 ഗ്രാം അളവിൽ പനീറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അതിൽ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് വേണമെന്നില്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ പനീറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ഓയിൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊരു ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ മസാലയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ നേരത്തെ ഒരു വേവ് ചേർത്തില്ലേ, അതിലേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കണമായിരുന്നു. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നതാണ്, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1/4 ടേബിൾ സ്പൂണൊക്കെ അളവിൽ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് നല്ലപോലെ അരച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് ആ ഒരു പനീറില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ ജീരകവും പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് നല്ലോണം തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ബട്ടർ നാൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാം. ഏതൊരു റൊട്ടീൻ്റെ കൂടെയാണെങ്കിലും നമുക്കിത് കഴിക്കാട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ വാങ്ങില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പി വീഡിയോസായിട്ടും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.